കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഐ എം വെരി വെരി ഹാപ്പി. സോ നമുക്ക് തുടങ്ങാം. ഞാൻ ക്യാപ്ഷൻ വിട്ടിട്ടുണ്ടായിരുന്നല്ലേ, എന്തായിരുന്നു? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കണ്ടിട്ടുണ്ടായിരുന്നു? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണോ നിങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നതെന്നായിരുന്നു. അങ്ങനെയാണോ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണോ? നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവിധ ഹാപ്പിനെസ്സോട് കൂടിയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? എൻ്റെ ജീവിതം അതല്ല, അങ്ങനെയൊക്കെ ഒരു പോക്കാണ് പോകുന്നത്, അങ്ങനെയാണോ? പോകുന്നത് പോലെ അങ്ങ് പോവാണോ, അതോ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്നുള്ളത്? ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു, യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ആരില്ലേ? നോ. യെസ്. ഓക്കെ, ഒരാള് നോ ടു നോ. വൈ? എന്തുകൊണ്ടാണ് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് ലഭിക്കാത്തത്? അതിന് എന്തൊക്കെ കാരണങ്ങളാണ് എന്നുള്ളത്? ഹാപ്പിനെസ് ഉണ്ട്, പക്ഷെ ആഗ്രഹിച്ച തലത്തിലേക്ക് ജീവിതം എത്തിയിട്ടില്ല. യെസ്, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതേ ഉള്ളൂ. അതായത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ആണ് വേണ്ടത്. ഹാപ്പിനെസ് ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ വേണമെന്നല്ല. അപ്പൊ ചിലർക്ക് എന്താണ്, കുറെ പണം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആക്കണം, എന്നാലേ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഉണ്ടാവാം. പല രീതിയിലാണ് ഹാപ്പിനെസ്. ഓരോരുത്തരും പല രീതിയിലാണ് ഹാപ്പിനെസ്സിനെ കണ്ടെത്തുന്നത്. ഇപ്പൊ എന്റെ ഹാപ്പിനെസ് ആവില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്, അങ്ങനെയാണ്. അപ്പൊ ലൈഫിനെ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് എങ്ങനെ എത്തിക്കാമെന്ന് അത് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളെ തന്നെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടോ? പല രീതിയിലാണ് പലരുടെ ചിന്തകളും. ഒരുപാട് ചിന്തകളുടെ കൂട്ടം തന്നെയാണ് നമ്മളെന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ചിന്തകളാണ് ഒരു ദിവസം മനസ്സിലൂടെ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്നത്. ഇതിനെ നമ്മളൊന്ന് മാറ്റാൻ തയ്യാറാണ്. ഇപ്പൊ ഹാപ്പിനെസ് ഇല്ല, നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ ചിന്തകളെ ഒന്ന് മാറ്റിമറിക്കണം. ചിന്തകൾ നമ്മൾ നെഗറ്റീവായ ചിന്തകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ് എന്ന് നമുക്ക് അറിയേണ്ടി വരും. അപ്പൊ എന്തൊക്കെയാണ് പോസിറ്റീവ്, എന്തൊക്കെയാണ് നെഗറ്റീവ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ്? പല തരത്തിലും നമ്മൾ പോസിറ്റീവും അല്ലെ, പല ഫിസിക്സിലാണെങ്കിൽ വേറൊരു പോസിറ്റീവ് നെഗറ്റീവ്, ഇങ്ങനെ കെമിസ്ട്രിയിൽ വേറെ പോസിറ്റീവ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയാം. അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ പോസിറ്റീവ്, ഏതൊക്കെ കാര്യങ്ങൾ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന നെഗറ്റീവ്സ്, നിങ്ങൾക്ക് അറിയാവുന്ന പോസിറ്റീവ്സ്. നെഗറ്റീവ് പറയും, എന്നാ പിന്നെ പോസിറ്റീവ് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് കണ്ടെത്താം, പറയാം. അല്ലെങ്കിൽ പോസിറ്റീവ് പറയും, അപ്പൊ നമുക്ക് അതിന്റെ നെഗറ്റീവ്, അതിന്റെ ഓപ്പോസിറ്റ് കണ്ടെത്താം നമുക്ക് നെഗറ്റീവ്. ചാറ്റ് ബോക്സിൽ ഒന്ന് വന്നോളൂ. ഓവർ തിങ്കിങ് നെഗറ്റീവ് ആണ്. യെസ്, ആ ഓവർ തിങ്കിങ് നെഗറ്റീവ് ആണ്. പക്ഷെ ആ തിങ്കിങ് എന്തൊക്കെയാണെന്നാണ് ആദ്യം നമ്മൾ കണ്ടെത്തുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാല് എന്തൊക്കെ, നമ്മുടെ ദേഷ്യം, നമ്മുടെ നെഗറ്റീവായ ഇമോഷൻസ് ഒരുപാടുണ്ട്. ദേഷ്യം, വാശി, വെറുപ്പ്, ഈഗോ, അസൂയ, കിബിർ, ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ്, അങ്ങനെയുള്ള ചിന്തകൾ അല്ലെ? അതുപോലെ ഇപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ അതെല്ലാം നെഗറ്റീവാണ്. എന്നാൽ പോസിറ്റീവ് ആയിട്ടുള്ളത് എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് സ്നേഹം, കരുണ അല്ലെ, അനുകമ്പ, സിമ്പതി, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ. അപ്പൊ നമ്മുടെ ചിന്തകളെ നമ്മൾ പോസിറ്റീവിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലൈഫിനെ ഒന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഈ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ സംസാരിക്കാനുണ്ട്. പക്ഷെ ഞാൻ ഈ ചിന്തകളെ ഞാൻ നിങ്ങളിലേക്ക് വിട്ടുതരികയാണ്.
കാരണം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ അത് നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യണം. എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് വേണം നമുക്ക്. നമ്മൾ എന്തിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയും, നമ്മൾ ആരോടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടവരാണ് എന്നൊന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വേണമല്ലോ അല്ലെ? എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലേ? യെസ് ഓർ നോ? ഇല്ലാത്തവരുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഇല്ലേ? നമ്മൾ ആരോടൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്ന് പറഞ്ഞേ. ആർക്കും അറിയില്ലേ? ആർക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലേ? നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ പോവുകയാണെങ്കിൽ ക്ലാസ് നല്ല രസമായി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. യെസ്, ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ആരോടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു? ഗോഡ് അല്ലെ? നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. ഇറ്റ്സ് ഓക്കെ. പിന്നെ യെസ്, പാരൻസിനോട്. യെസ്, വെരി ഗുഡ്. പാരൻസ്. യെസ്, നോക്കാം നമുക്ക്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഈ ഓരോരുത്തരും, എൻ്റെ ഏജുള്ളവരുണ്ട്, എന്നെക്കാട്ടിൽ ഇത്തിരി ഏജ് കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, എല്ലാവരും ഇല്ലേ? നമ്മളെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്, ഉണ്ട് താനും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്? ഇപ്പൊ ആദ്യം തന്നെ പറഞ്ഞു ഗോഡിനോട് എങ്ങനെയാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ്? ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അവിടെയാണ് ആദ്യത്തെ തന്നെ നമ്മുടെയൊക്കെ കുഴപ്പമെന്ന് പറയുന്നത്. മനസ്സിലാക്കുക. നമ്മൾ ദൈവം അല്ലെങ്കിൽ പടച്ചോന്, അള്ളാഹ് അല്ലേ, ഏതൊന്നും ആവട്ടെ, ഇപ്പോ എൻ്റെ മുന്നിലിരിക്കുന്ന പല ആളുകളാണ്. അപ്പൊ ഇവരൊക്കെ പല രീതിയിലാണ് ദൈവത്തെ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒന്നാണ്. ഒന്നാണ് എന്നുള്ളതിന് ആർക്കും സംശയമില്ല എന്നുള്ളതാണ് സത്യം. ഇനി എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്നത്? ഭയത്തോടെയാണോ അതല്ലെങ്കിൽ സ്നേഹത്തോടെയാണോ എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ പ്രാർത്ഥനയൊക്കെ പല വിധമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മളൊന്ന് ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ഒരു എന്താ പറയാ, ഭവ്യത, കൃതജ്ഞത, ഉള്ളിൽ നിന്നുള്ള ആ ഒരു കൃതജ്ഞതയോടെയാണോ നമ്മൾ നിൽക്കുന്നത്? ഒന്ന് ആലോചിച്ചു. നമ്മളതോ പേടിച്ച് വിറച്ചാണോ നിൽക്കുന്നത്? ശരിക്കും ദൈവത്തെ നമ്മൾ ഇങ്ങനെ പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത്. ദൈവം എന്ന് പറയുന്നത് അത് സ്നേഹമാണെന്ന്. ലവ് എനർജി, അതൊരു എനർജിയാണ് അല്ലേ? നമുക്കറിയാം ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നത് ദൈവിക എനർജി, ദൈവിക സ്നേഹമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതും അത് തന്നെ. നമ്മളെല്ലാം ഈ എനർജിയുടെ ഭാഗമാണ്. നമ്മൾ എനർജിയാണ് എന്നുള്ളതാണ് സത്യം. പക്ഷെ അതൊന്നും അവിടേക്കൊന്നും ആരും ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സംഭവമാണ് എന്ന് ആരും ആലോചിക്കുന്നില്ല. മനസ്സിലാക്കാം. ഈ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനൊരു എനർജിയാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എനർജിയാണ്. ഈ എനർജി എല്ലാം എവിടെ നിന്നുള്ളതാണ്? ഇതെല്ലാം ഒന്നിൽ നിന്നുള്ള. ആ ഒന്നെന്ന് പറയുന്നത് സ്നേഹം. ആ സ്നേഹമാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയും. നമ്മുടെ ഉള്ളിലുള്ളത് സ്നേഹമായിരിക്കണം. ശരിക്കും നമ്മൾ അത്രയും പ്യുവറായിട്ട് ജനിച്ചവരാണ് അല്ലേ? നമ്മൾ ജനിച്ചു വരുമ്പോൾ നമ്മൾ എന്തുമാത്രം പ്യുവറാണ് ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ഒരു കുഞ്ഞെന്ന് പറയുന്നത് ഖുർആൻ പറയുന്നത് ഫിത്റാണ് അല്ലേ?
അത്രയും പരിശുദ്ധമായ ഒരു വൈറ്റ് പേപ്പർ ആയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള എനർജി, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുന്ന ആ സാധനം വളരെ വൈറ്റ് ആയിട്ട് പിന്നീട് ഇപ്പുറം വന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ എന്താ പറയാ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളിലും നമ്മുടെ ഉള്ളിലേക്ക് ഈ വൈറ്റ് പേപ്പറിലേക്ക് ഓരോരോ കറുപ്പ് ഡോട്ടുകൾ, അല്ലെ, ബ്ലാക്ക് ഡോട്ടുകൾ ഇങ്ങനെ വീണ് 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 നമ്മൾ ആകെ ഇപ്പൊ എന്തായിട്ടുണ്ട് ചിന്തിച്ചു. അപ്പോ ഇത്രയും വളരെ പ്യുവറായിട്ട് വന്നിട്ടുള്ള നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഒരവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് സ്വയം വിലയിരുത്തും. നമ്മൾ ഈ വൈറ്റ് പേപ്പറിൽ ഇപ്പോൾ നമുക്ക് ഡോട്ട് വീണിട്ടുണ്ടോ? ഇല്ലേ? അത് എത്രമാത്രം മലീനസമായിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കും. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? മറ്റുള്ളവരോട് അസൂയ, വെറുപ്പ്, വിദ്വേഷം, കുറുമ്പ്, ഇല്ലേ? എന്താണ് ഇതെല്ലാം? ഒന്ന് ആലോചിച്ചു നോക്കും. എന്താണ് അസൂയ? അറിയോ? അതൊക്കെ അതിലേക്ക് കുറെ പോയി പോകും. അതുകൊണ്ട് ഞാൻ അതെല്ലാം ഇങ്ങനെ എന്റെ പോയിന്റിലേക്ക് തന്നെ ഞാൻ കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് ഈ വിധം ഉള്ള നെഗറ്റീവ് എനർജികൾ ധാരാളം നമ്മുടെ ഉള്ളിലുണ്ട്. മനസ്സിലാക്കുക. ഇതിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. വേണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക്. ഈ എല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് എനർജികളെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറന്തള്ളാൻ പറ്റും. യാതൊരു സംശയമില്ല. EFTയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. നമ്മളെ എത്രയോ പ്യുവറാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. എല്ലാ ഇമോഷൻസ്, ഈ നെഗറ്റീവ് ഇമോഷൻസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഹീൽ ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡോടെ, വളരെ സ്നേഹത്തോടെ ആണ് നമ്മൾ നിസ്കാരത്തിലേക്ക്, ഇപ്പൊ നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് നിസ്കാരം. അവിടേക്കാണ് നിന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടാവും, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എല്ലാം ചൊല്ലി പറയുന്നുണ്ടാവും. നമ്മുടെ മനസ്സ് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതിന്റെ പിന്നിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ മൈൻഡ്ഫുൾ അല്ല എന്നുള്ളതാണ്. മൈൻഡ്ഫുൾ മീൻസ് നമ്മള് എന്താ പറയുക, ഏതൊരു പ്രവൃത്തിയിലാണോ നമ്മൾ അവിടെ ആയിരിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കും. നമ്മൾ ഒന്നുകിൽ നമ്മൾ പാസ്റ്റിനെ ആലോചിച്ചുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിനെ ആലോചിച്ചു, അല്ലെ? അല്ലെ കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് വന്ന് നമ്മൾ അതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റില്ല. കാരണം നമ്മൾ കഴിഞ്ഞു പോയ കുറെ ട്രോമാസിനെയാണ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും? ഇനി അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് വരാനിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ സംഭവിക്കുക? അപ്പോഴും നമുക്ക് ടെൻഷനാണ്. അതിനി എന്താ ചെയ്യുക? അതങ്ങനെ, ഇതിങ്ങനെ, ഇങ്ങനെ ആലോചിച്ചു. നമ്മൾ ഒരിക്കലും ഇപ്പോ ഞാൻ എന്താണ് എന്നുള്ളത് ചിന്തിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ആയിരിക്കുന്നത് അതിലായിരിക്കണം നമ്മൾ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമ്മളെ മനസ്സ് വേറെ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയും ഉണ്ടാവില്ല, വെള്ളത്തിൽ വരച്ചതുപോലെ, അല്ലേ? ഇവിടെ നിങ്ങളെ കാതും നിങ്ങളെ എന്താ പറയാ കണ്ണും നിങ്ങളെ മനസ്സും എല്ലാം തുറന്നിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ വേറെ ഫ്യൂച്ചറിനെ പറ്റിയോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കുറെ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായി പോവും? ആലോചിച്ചു നോക്കും. അപ്പൊ മൈൻഡ്ഫുൾ ആയിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഏതൊരു അവസ്ഥയിലാണോ ഇപ്പൊ, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലായിരിക്കുക നമ്മളെ മനസ്സ് എന്നുള്ളത്. നമുക്ക് സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നം എന്താ പറയുക, നമ്മൾ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന ആളുകളാണ്. പൊതുവെ നമ്മൾക്ക് ഒരു മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാനേ കഴിയില്ല. ഒരു പണി ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ 2-3 പണി ചെയ്യും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ വീട് പൂട്ടി പോവാണെന്ന് വിചാരിച്ചോളൂ. വീട് പൂട്ടി പോയതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കുക, വീട് പൂട്ടിയോ അല്ലേ? വല്ലാത്തൊരവസ്ഥയാ. പിന്നെ തിരിച്ചു വന്ന് നോക്കണോ ഇത് ഉറപ്പിക്കാൻ? ആലോചിച്ച് നോക്കൂ.
ആ ഒരു പൂട്ടുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അതിലില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായോ? അവിടെ നമ്മുടെ മൈൻഡ് ഇല്ല. ഞാനിത് പൂട്ടുകയാണെന്നുള്ളത് തീരെ ചിന്തിക്കുന്നില്ല. അപ്പൊ വേറെന്തെങ്കിലും അവിടെ എത്തിയിട്ടുള്ള കാര്യം, നമ്മൾ പോകുന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ള കാര്യമോ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ട്. ശരിക്കും നമ്മൾ പോകുമ്പോൾ ഇത് പൂട്ടുമ്പോൾ നമ്മുടെ മനസ്സ് അതിലാണെങ്കിൽ ഒരിക്കലും നമുക്ക് പിന്നെ അതിൽ സംശയം വരില്ല. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കുക. നമ്മൾ ഏതൊരു പ്രവൃത്തിയിലാണോ ഉള്ളത് അവിടെ നമ്മുടെ മനസ്സും കൂടി ഉണ്ടാവുക. നമ്മളെ കൈ മാത്രം പ്രവർത്തിക്കല്ല, നമ്മുടെ മനസ്സും. അത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴായാലും നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോഴായാലും എവിടെയായാലും നമ്മൾ അതിലായിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താം. നമ്മുടെ ജീവിതത്തെ നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പോയിന്റാണ് മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളത്. ഈ കൃതജ്ഞതയിലേക്ക് തന്നെ ഞാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞു ഗോഡിനോട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്ന്. നമ്മൾ അപ്പൊ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിലാണ് എങ്കിൽ, ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ, ആ ഒരു ബോധമാണ് നമുക്കുള്ളത് എങ്കിൽ, നമ്മുടെ മൈൻഡിനെ നമുക്കവിടെ പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിരുന്ന നമ്മൾ വേറെ ഒന്നും ആലോചിക്കില്ല. നമ്മൾ ആ ഗോഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിൽ നമ്മൾ അവിടെ നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ എനർജി അവിടെ ബൂസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ പലപ്പോഴും നമുക്ക് നിസ്കാരത്തിലൊന്നും ഒരു ആത്മാർത്ഥത ഇല്ലാഞ്ഞിട്ടാണ് നമുക്ക് ഈ എനർജി ഒന്നും ഫീൽ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അതിനോടുള്ള ഒരു സന്തോഷം നമുക്ക് ലഭിക്കാത്തതിന്റെ കാരണം അതാണ്. അപ്പൊ നമ്മൾ അവിടെ മൈൻഡ്ഫുൾ ആയിരിക്കുക. ഇനി പാരൻസിനോട് നമ്മൾ പറഞ്ഞു നമ്മൾ കൃതജ്ഞത ഉള്ളവരായിരിക്കണം, നന്ദിയുള്ളത്. എങ്ങനെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജനിച്ചു അല്ലേ? നമ്മൾ ജനിച്ചു വീണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു. നമുക്ക് മുലപ്പാല് തന്നു അല്ലേ? നമുക്ക് ഡ്രസ്സ്, നമ്മളെ എത്രയാണ് അവര് നമ്മളെ എന്താ ഓരോ കാര്യത്തിലും അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ അവർ കാശ് ചെലവാക്കുന്നു. ഇങ്ങനെ നമ്മൾ അപ്പോഴൊക്കെ നമ്മുടെ കാശാണോ നമ്മളിൽ നിന്ന് ചെലവാകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ മാതാപിതാക്കൾ. ഇനി നമ്മള് വളർന്നു വന്നു അല്ലെ? നമ്മൾ വളർന്നു വന്നു. നമ്മൾ എത്രയായിട്ടാണ് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനാവുന്നത് എന്ന് ആലോചിച്ച് നോക്കും. അപ്പോഴൊക്കെ ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ അവരോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അവരോട് വളരെ സ്നേഹത്തോടെയാണോ പെരുമാറുന്നത് അല്ലേ? അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണ് അവരോട്? ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ അവരോട് കൃതജ്ഞത ഉള്ളവരാണോ എന്ന്. ഇനി നമുക്ക് തരുന്ന ഭക്ഷണം അല്ലെ, നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ അധ്വാനവും അവരുടെ പണവും കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞത്. ഈ ഭക്ഷണത്തിന്റെ പിന്നിൽ എത്ര ആള് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ അതൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലേ? ഇത് കൾട്ടിവേറ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുവന്ന് മില്ലിലെത്തുന്നു. മില്ലിലെത്തി കഴിഞ്ഞിട്ട് അത് അരിയായി പിന്നീട് ഗോഡൌണിലേക്ക് വന്ന് ഹോൾസെയിലോ റീറ്റെയിലോ ഒക്കെ ആയിട്ടാണ് നമ്മളെ വീടിന്റെ മുന്നിലേക്ക് ഇത് എത്തുന്നത്. എന്നിട്ടാണ് നമ്മളത് വാങ്ങി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന ആളുകൾ എത്രയുണ്ട്. നമുക്ക് എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് അവരോടൊക്കെ ഉള്ളത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവേണ്ടേ? നമ്മൾ ആർക്കൊക്കെ നന്ദി പറയണം? ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ നമ്മൾ നന്ദി ഉള്ളവരാണോ? നമ്മൾ ഓരോ നിമിഷവും നന്ദിയിലൂടെ പോകേണ്ടതാണ്. പക്ഷെ നമ്മൾ അതിലുണ്ട് ഖുർആൻ വ്യക്തമായിട്ട് ചോദിക്കാം, നിങ്ങൾ നന്ദിയുള്ളവരല്ല? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചോദിക്കുന്നില്ലേ പല സ്ഥലത്തും? നമ്മൾ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവര് ആയിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഭർത്താവിനോട് അല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴും അവരിങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കൂടുതൽ. അവര് പുറത്തു പോയി അവര് ഇനി ഇങ്ങോട്ട് കയറി വരുമ്പോഴുള്ള ഒരു അവസ്ഥ. എങ്ങനെയാണ് നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരോടും എങ്ങനെയാണ് പെരുമാറുന്നത്? ഇനി അവരാണെങ്കിൽ തന്നെ എങ്ങനെ? നാട്ടിലും വീട്ടിലും എന്താ പറയാ പ്രമാണിയായിരിക്കാം, എല്ലാവർക്കും വേണ്ടി വരും. രാഷ്ട്രീയത്തിലുണ്ടാവാം,
മധ്യസ്ഥം വഹിക്കുന്നിടത്ത് ഉണ്ടാവാം, എല്ലായിടത്തും ഉണ്ടാവും. അവരില്ലാതെ ഒരു കാര്യം നടക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ പുറത്ത്. നാടിനും വീടിനും കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ വീട്ടിലെത്തിയാൽ അവരുടെ സ്വഭാവം എന്താണ്? അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണോ? അവരെങ്ങനെയാണ് പെരുമാറുന്നത്? ആലോചിച്ച് നോക്കും. പക്ഷെ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ഭാര്യയോട് ഏറ്റവും ഉത്തമമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും നല്ലവൻ, ഉത്തമമായ പുരുഷൻ എന്ന്. പക്ഷെ അവരുടെ പെരുമാറ്റം ഇനി തിരിച്ച് അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം. നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതും വേണം നമ്മൾ ചിന്തിക്കാൻ. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്നത് കൂടുതലും എന്താ പറയാ സ്ത്രീകൾ. നമ്മൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വിശ്വാസം വേണം അല്ലേ? പുറത്തു പോയി അവരെ നോക്കണം, അവരെ മുതൽ സൂക്ഷിക്കണം, നമ്മളെ മുതൽ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു, എങ്ങനെയാണ് അത് സോൾവ് ആകുന്നത്? ആരാണ് സോൾവ് ആക്കുന്നത്? ആലോചിച്ച് നോക്കും. സ്ത്രീകളാണോ പുരുഷനാണോ എന്ന് നോക്കാം നമുക്ക്. ഒരുപക്ഷെ എന്താ പറയാ സ്ത്രീകളായിരിക്കും അങ്ങോട്ട് ചെല്ലുന്ന, അല്ലെങ്കിൽ പുരുഷനാവാം, പല വിധത്തിലാവാം, പല രീതിയിലാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എന്താ പറയാ സ്വഭാവത്തിൽ ഒരുപാട് ഹോർമോൺസ് ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ പല രീതിയിലാണ് ആളുകളുടെ പെരുമാറ്റം എന്നുള്ളത്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ചിന്തിക്കാൻ വേണ്ടി, ഞാനൊരു ചിന്തകൾ മാത്രമാണ് ഞാൻ ഇതിലൂടെ ഇടുന്നത്. വേറെ നിങ്ങൾക്കൊരു വലിയൊരു സൊല്യൂഷൻ ഒന്നും ഞാൻ പിന്നെ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി നമ്മുടെ കുട്ടികളിലേക്ക് വരാം. നമുക്കൊരു ദേഷ്യം ഉണ്ടായി അല്ലെ? നമ്മുടെ കുട്ടികളൊന്ന് വീണാൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ചു. എന്താണ്? കുട്ടികൾ വീണു, അപ്പൊ എന്ത് ചെയ്യുന്നു? ചില അമ്മമാരെന്താ ചെയ്യുക? കുട്ടികൾ ആ സമയത്ത് തന്നെ ഒരടി കൂടി അങ്ങ് കൊടുക്കും അല്ലേ? എന്താ സംഭവിക്കുക? ഈ കുട്ടിക്ക് വീണ വേദനയെക്കാളും വലിയ വേദനയായിരിക്കും നിങ്ങൾ അടിച്ചിട്ടുണ്ടാവുക. മനസ്സിലാക്കിക്കോ. അതൊക്കെ പല ട്രോമാസ് ആയി കുട്ടികളുടെ ഉള്ളിൽ കിടക്കുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചു അതൊക്കെ എന്താണ്, പക്ഷെ വലുതാവുമ്പോഴാണ് മനസ്സിലാവുക. നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഓരോ പിന്നെ കോഴ്സിലേക്കൊക്കെ വരുമ്പോഴാണ് ഇത് ഹീൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇത്രയും വലുതായിട്ട് നമ്മളെ ചെറുപ്പത്തിൽ അടിച്ചത് വരെ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ് എന്നുള്ളത് ഓർമ്മിക്കും. അപ്പൊ നമ്മളെ മക്കളോട് വളരെ നല്ല രീതിയിൽ വരും. ഇനി നമ്മളൊരു ഭക്ഷണം തളിക ആരെങ്കിലും വിരുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് കൊണ്ടുവെക്കാനൊക്കെ വലിയ താല്പര്യമില്ല ആളുകളായിരിക്കും അല്ലെ? കൊണ്ടുപോകുമ്പോ നമ്മൾ എന്താ പറയുക, വെച്ച് പൊട്ടിക്കും എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ അത് പൊട്ടിയിരിക്കും. മനസ്സിലായോ? അതേസമയം മോനൊന്ന് ശ്രദ്ധിച്ചു കൊണ്ടുവെക്കണേന്ന് പറഞ്ഞാൽ കുട്ടി നല്ല രീതിയിൽ അത് കൊണ്ടുവെക്കും. പക്ഷെ അവിടെ കൊടുക്കുന്നത് ഈ നെഗറ്റീവാണ്. മനസ്സിലാക്കുക. അപ്പോ അവരോട് പെരുമാറുന്ന രീതി നമ്മളൊന്ന് മാറിയാണ്. പിന്നെ ഒരു ജനലിൽ കയറുന്ന ഒരു കുട്ടിയോട് എന്ത് പറയും? അവിടെ കയറണ്ട, വീഴും 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 വീഴും. ഇതാണ് പറഞ്ഞത്. കുട്ടി വീഴും. മനസ്സിലായില്ലേ? കുട്ടിയോട് പറയാ നന്നായിട്ട് പിടിച്ചോന്ന്, ഒന്ന് പിടിച്ചു കയറണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കുട്ടി ശ്രദ്ധിച്ചു കയറും. എന്നിട്ടോ കുറച്ചൊന്ന് വലുതായാല് ഒരു മാങ്ങ പൊട്ടിച്ചിട്ട് മോനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് കയറാൻ പേടിയാ. എന്തുകൊണ്ടാ? ഇങ്ങനെ പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അന്നേരം പറയാൻ എന്നെ ഒന്നിനും കൊള്ളൂല, ഈ ഒരു ആണാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഈ ആണോ ആണത്തൊക്കെ ഇല്ലാണ്ടാക്കുന്നത് നമ്മളായ ഈ ഉമ്മമാരാണ് എന്നുള്ളത് സത്യമാണ്. കുട്ടികളെ നമ്മൾ ഇതേ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഓർമ്മിക്കണം. അവരെ എപ്പോഴും ചീത്ത പറയാതിരിക്കുക. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങനെ പോകും, അതൊരു സ്വാഭാവികമാണ് കേട്ടോ, എന്നോട് ക്ഷമിക്കുക. എന്താന്ന് വെച്ചാല് എന്താ പറയാ, എപ്പോഴും കുട്ടികളെ ഇങ്ങനെ അരുത് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങളോട് ഞാൻ അരുത് എന്ന് പറയാം. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതാണ്, ഇറ്റ്സ് ഓക്കെ. ബട്ട് അവരുടെ ചിന്തകൾ അവരുടേതാണ്, അത് നിങ്ങളുടേതല്ല. മനസ്സിലാക്കുക. നിങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആൽഫ ജനറേഷൻ ആണ്. മനസ്സിലാക്കുക. ഈ കുട്ടികള് എന്താണ്, നിങ്ങളെക്കാളും ബുദ്ധിയും വിവരമുള്ള ആളുകളാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അവരെ അടുത്ത് നിങ്ങളെ മൊബൈൽ ഒന്ന് കേടുവന്നു ഒന്ന് ആലോചിച്ച് നോക്കും.
നിങ്ങൾ ആരെടുത്താ കൊണ്ടുപോകുക? നിങ്ങൾ ഹസ്ബൻഡ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഹസ്ബൻഡിനാട്ടിലും ഹസ്ബൻഡിന്റെ ഉപ്പ ഉണ്ടാവും, പ്രായമായ ആളാ, കൊണ്ടു കൊടുക്കുവോ നിങ്ങള്? എവിടെ കൊണ്ടുപോവുക? നിങ്ങളെ വീട്ടിലെ ഏറ്റവും ചെറിയ സാധനം ഏതാണോ അവിടെ കൊണ്ടുപോകും. ഇതാ പറഞ്ഞത്, അവർ ബുദ്ധിയുള്ളവരാണ്, അവർ പഠിക്കേണ്ടത് പഠിക്കും, ടീച്ചേഴ്സിന്റെ ആവശ്യമൊന്നും ഇനി ഉണ്ടാവില്ല. അവരുടെ വിരൽ തുമ്പിലാണ് ഈ ലോക വിവരങ്ങൾ കിടക്കുന്നത്, മനസ്സിലാക്കുക. അതുകൊണ്ട് അവര് ചെറുതായി കാണണ്ട, അവരറിവുള്ളവരായി തന്നെ കണ്ടോളാം. അവര് നിങ്ങൾ ഗൈഡ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ നിങ്ങളുടെ ചിന്തകളല്ല അവരുടെ ചിന്തകൾ, അവർക്ക് അവരുടേതായ ചിന്തകളാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഖലീൽ ജിബ്രാൻ പറഞ്ഞ വാക്കാ, ഞാൻ പറഞ്ഞ വാക്കല്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതാണ്, അവരുടെ ചിന്തകൾ നിങ്ങളുടേതല്ല, ചിന്തകൾ അവരുടേതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ കുട്ടികളോട് നിങ്ങൾ പെരുമാറുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മക്കള് ഇത്രയും വിവരമുള്ള ആളുകളാണെന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. ആദ്യം അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് വേണം അവരോട് ഇടപെടാൻ, അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റിച്ചു പോകും, മനസ്സിലാക്കുക. അപ്പൊ കുട്ടികളെ നമ്മൾ ഉപദേശിക്കുമ്പോ ഗുണദോഷിക്കുക എന്നാ പറയാം. ഒരു 10 കാര്യം അവരോട് പറയുന്നുണ്ടെങ്കിൽ ഒരു 8 കാര്യം അവരോട് ഗുണം പറയാം, എന്നിട്ട് ഒരു 2 കാര്യം അവരോട് ദോഷം പറയും. മനസ്സിലായില്ലേ? ഈ 8 കാര്യം ഗുണം മാത്രമേ പറയൂ, എന്നിട്ടേ പറയൂ, മോനെ നിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അത് ഉമ്മച്ചിക്ക് ഇഷ്ടായിട്ടില്ല, ശരിയായില്ല ചെയ്തത്, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കുട്ടി അംഗീകരിക്കും. അതല്ലാതെ ഏതൊരു രീതിയിൽ പറഞ്ഞാലും ഈ ജനറേഷനിലെ കുട്ടികൾ സ്വീകരിക്കും. ഒന്നുകൂടി ഞാൻ പറയാം, ദേഷ്യം, മറ്റെന്തൊരു വികാരം നിങ്ങൾ കുട്ടികളെ എടുത്തുന്നില്ല, വേറെ ആരെടുത്തെടുത്താലും സ്നേഹം കൊണ്ട് നേടാൻ പറ്റുന്ന രീതിയിൽ മറ്റൊന്നും നേടാൻ പറ്റും. നിങ്ങൾ കുറെ പണം കൊടുത്തിട്ട് പോലും നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് നേടാൻ പറ്റുമെന്ന്. അപ്പൊ കുട്ടികളോട് വളരെ സ്നേഹത്തോടെ മാത്രം പെരുമാറുക, അവരെ അംഗീകരിക്കുക, അവരെ കൂടെ നിൽക്കുക, അവരുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങൾ അവര് നിങ്ങളുടെ അടുത്ത് വരുമ്പോ നിങ്ങൾ അവരിൽ നിന്ന് അകന്ന് മാറണം. അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ അവിടുന്ന് ഇപ്പൊ ഹോംവർക്ക് ഒന്ന് ചെയ്യാൻ വന്നാൽ അങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത് എങ്കിൽ കുട്ടി പിറ്റേന്നും വരും, മനസ്സിലാക്കിക്കോ, വരും. അന്ന് നിങ്ങൾ അങ്ങനെയാണ് പെരുമാറുന്നത് എങ്കിൽ 3-ാമത്തെ ദിവസവും വരും, 4-ാമത്തെ ദിവസം കുട്ടി വരില്ല. അവന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ അതൊന്നും കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പിന്നെ അവര് വരില്ല. പിന്നെ അവര് അങ്ങ് പോകും. അവര് പറഞ്ഞാൽ കേൾക്കാവുന്ന കുറെ ആളുകൾ ഇഷ്ടം പോണം പുറത്തുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക, അവരത് വഴിയിലേക്ക് പോകും. അപ്പോ കൊടുക്കേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുക, സ്നേഹം എല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ കൊടുക്കുക. ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കുക, സംസാരിക്കുക, വിശേഷങ്ങൾ അന്വേഷിക്കുക. സ്കൂള് വിട്ട് വന്നാൽ എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷങ്ങൾ എന്ന് തിരക്കുക, വഴിയിലെ വിശേഷങ്ങൾ തിരക്കാം. എല്ലാം നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു വലിയൊരു കാര്യം. അതില്ലാത്തതാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഓരോ വീട്ടിലെയും പ്രശ്നം. മക്കൾ ഓരോ മൊബൈലുമായിട്ട് ഓരോ റൂമിലായി, ഹസ്ബൻഡ് വേറെ, വൈഫ് വേറെ, എല്ലാവർക്കും മൊബൈലുണ്ട്, എല്ലാവരും ഓരോ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് മൊബൈലിന്റെ അഡിഷൻ വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു ദിവസം തന്നെ നമുക്കത് ക്ലാസ് വേണമെങ്കിൽ വെക്കാം. ഞാൻ ഇതിന്ന് സ്കിപ്പ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ രക്ഷിതാക്കളുടെ കൃതജ്ഞതയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ അവരോട് എത്രയും എന്ന വാക്ക് പോലും അവരോട് ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ വേണം അവരോട് പെരുമാറാൻ. അവരോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ നമ്മുടെ ലൈഫിലൊക്കെ ഒന്ന് നോക്കുക, എന്തൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട്. നമുക്ക് വീടുണ്ടാവാം, വേണ്ടേ? ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടേ? അല്ലേ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വയനാട്ടിൽ എന്താണ് സംഭവിച്ചത്? അവരുടെ വീടും കൂടി എല്ലാം പോയി. നമ്മൾ എത്ര അൽഹംദുലില്ലാ പറയണം അല്ലെ? ഈ ഒരു മഴയും കാര്യം എല്ലാം വന്ന് കഴിഞ്ഞിട്ട് അവർ അൽഹംദുലില്ലാ പറഞ്ഞോ, എന്റെ വീട് പോയിട്ടില്ലല്ലോ, എന്റെ മക്കൾ എന്റെ അടുത്തുണ്ടല്ലോ, എന്റെ ഹസ്ബൻഡിന്റെ അടുത്തുണ്ടല്ലോ, എന്റെ വാഹനം പോയിട്ടില്ലല്ലോ, എന്റെ ഒന്നും നഷ്ടമായിട്ടില്ലല്ലോ. നിങ്ങൾ എത്ര പേര് അൽഹംദുലില്ലാ പഠിച്ചവനെ നന്ദി എന്ന് നിങ്ങൾ പറഞ്ഞു, താങ്ക് ഗോഡ് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറായോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നോക്കൂ നിങ്ങള്, ഇതാണ്. അപ്പൊ നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് പഠിച്ചവൻ തന്നിട്ടുള്ളത്. ആ അനുഗ്രഹത്തെ കാണാതെ പോകരുത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി കഴിഞ്ഞാല്
നമ്മൾ കിട്ടിയതിന് നന്ദി പറയുന്നവരായാൽ നമുക്ക് കിട്ടാത്തതും കിട്ടിക്കൊണ്ടേ. എന്റെ ലൈഫ് അതിന് വലിയൊരു ഉദാഹരണം. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എപ്പോഴും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഇതിന്റെ കാരണം എന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഞാൻ അത് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗം. ഒരിക്കലും ഞാൻ എന്റെ ജോലി ഞാൻ തേടിപ്പോയതല്ല, അത് എന്നെ തേടി. ഒരു വീടാവട്ടെ അല്ലെങ്കിൽ ഒരു കാറാവട്ടെ, എനിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് എനിക്ക് എന്നിലേക്ക് വന്നു ചേർന്നാണ്. അപ്പൊ നമുക്ക് ഒന്നും വേണ്ട, നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളായി തീർന്നു. നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലുത്. നമ്മുടെ സ്വഭാവം എവിടുന്ന് ഉണ്ടാവുന്നതാണ്? അത് വരുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. മനസ്സിലാക്കുക, നമ്മുടെ ചിന്തകളാണ് നാം എന്ന് പറയുന്ന സംഭവം. മനസ്സിലാക്കുക, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ പ്രവൃത്തിയായി വരുന്നത്. ആ പ്രവൃത്തി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് 21 ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഹോബിയായി, അത് നമ്മുടെ ശീലമായി മാറി. ആ ശീലമാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത്, അല്ലേ? ആ ശീലമാണ് നമ്മുടെ സ്വഭാവം. ഈ പ്രവൃത്തിയാണ് ആളുകൾ കാണുന്നത്, ഈ ശീലമാണ് ആളുകൾ കാണുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത് ആ ശീലമാണ് നമ്മുടെ സ്വഭാവം. ആ സ്വഭാവമാണ് ആളുകൾ പറയുന്നത് നല്ലതാണ്, ചീത്തയാണ്. അത് ഇത് കണ്ടിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പൊ നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിരിക്കുക, നമ്മുടെ നെഗറ്റീവിൽ നിന്ന് ഒഴിവാകുക. അങ്ങനെ നമ്മുടെ ചിന്തകളെ നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തികൾ നന്നാവും. ആ പ്രവർത്തികൾ നന്നായി കഴിഞ്ഞാൽ എന്തായി? ആ പ്രവർത്തികളാണ് നമ്മുടെ ശീലങ്ങൾ. ആ ശീലങ്ങളാണ് നമ്മുടെ സ്വഭാവം. ആ സ്വഭാവമാണ് തീരുമാനിക്കുന്നത് നാം ആരായി തീരണം. നല്ലവനാണോ, നല്ലവളാണോ, അല്ലെങ്കിൽ മോശമാണോ എന്ന് തീരുമാനിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് തന്നെ വരണം. കാരണം നമ്മൾ വഴി തെറ്റി പോവണ്ട. അതിൽ നിന്ന് തന്നെ ഞാൻ എൻ്റെ എന്താ പറയാ, എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരണം. നമ്മളെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിട്ടിയതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്. ഇനി നമ്മുടെ ബോഡിയിലേക്ക് നോക്കും നിങ്ങൾ. എന്തൊക്കെയാണ് നമ്മുടെ ബോഡി, അല്ലെ? നമുക്ക് കണ്ണ് വെക്കേണ്ടത്, കണ്ണ് കാണുന്നുണ്ട്. ഇന്ന് എത്ര ആളുകൾ കണ്ണ് കാണാതിരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടേ? ചെവി കേൾക്കാതെ ബെഡ്സായി എത്ര ആളുകൾ നടക്കുന്നു. അപ്പോഴും നമുക്ക് ഈ ലോകത്തിന്റെ എല്ലാവിധ സുഖ സൗന്ദര്യങ്ങൾ കാണാനും കേൾക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. താങ്ക് യു ഗോഡ് എന്ന് മനസ്സ് തട്ടി ഒന്ന് പറയാൻ നമുക്ക് പറ്റുന്നുണ്ട്. നിങ്ങളൊന്നാണ്, നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് നമുക്ക് ചലിക്കാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? കൈകാലുകൾ വെച്ച് നമുക്ക് ചലിക്കാൻ പറ്റും. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്നുണ്ടോ? ഒന്നാലോചിച്ചു. ഇതെല്ലാം ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാവുക. അതുവരെ നമുക്കതറിയില്ല. അപ്പൊ നമ്മൾ ആലോചിക്കും, മനസ്സിലാക്കിക്കോളും. ഇനി ഇതൊന്നുമല്ല, നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജീവന്റെ തുടിപ്പ് വന്ന് നമ്മൾ ഇനി അവസാനം വരെ ഈ ഹൃദയം എന്ന് പറയുന്നത് മിടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്നുണ്ടോ? നമ്മളെ സിരകളിലൂടെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ? നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ശ്വാസം എടുക്കാനുള്ള ഈ വായു ഇവിടെ നിറച്ചു വെച്ചത് ആരാണ്? നമുക്ക് ഒന്ന് ശ്വാസം മുട്ടല് വന്ന് ഹോസ്പിറ്റലിൽ പോയി ഓക്സിജൻ സിലിണ്ടറിലൂടെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപ അവിടെ അടക്കുന്നത്? ഇതൊന്ന് ആലോചിച്ചു നോക്കും. അപ്പൊ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷിതാവ് ഇവിടെ വ്യതിയാനിച്ചെന്നിട്ടുള്ള എന്തും നോക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കും. ഇതിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടേ? ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇതൊരു ഫാക്ടറി രൂപത്തിൽ നമ്മള് ഉപാപചയ പ്രവർത്തനങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിലൂടെ. എന്നിട്ട് ഇത് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തുമാത്രം നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാകാൻ പറ്റും നമ്മൾ എന്തുമാത്രം കൃതജ്ഞത ഉള്ളവരാവണം. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഇതിട്ട് തന്നിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണോ അല്ലയോ എന്നുള്ളത്, അല്ലേ? ഇനി
ഇങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അനുഗ്രഹങ്ങളുടെ കൂമ്പാരം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇനി നമുക്ക് തന്നിട്ടില്ല ഈ ശരീരത്തോട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളതൊക്കെ ഉള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മളൊക്കെ ഞാൻ ഇത് ഒരുപാടുണ്ട് കേട്ടോ പറയുകയാണെങ്കിൽ. പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ എടുത്തു പറയാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ചിന്തയിലേക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുകയാണ് ആ കാര്യം. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇനി നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യും ഇതൊക്കെ അനുഗ്രഹങ്ങൾ പഠിച്ചെന്ന് തോന്നുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ? നമ്മളൊരു വ്യായാമം നൽകുന്നുണ്ടോ അല്ലെ? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ശരിയായ ഒരു വെള്ളം കുടിക്കുന്നുണ്ടോ? നമ്മൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ടോ? ഇത് ആവശ്യമാണല്ലോ. വ്യക്തമായിട്ട് പറഞ്ഞതാ, ഉറക്കം എന്തിനാണ് എന്നത്, പകൽ എന്തിനാണ് അല്ലേ, എല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതൊക്കെ നമ്മുടെ ശരീരത്തിന് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ ഇല്ലേ? നമ്മൾ നമ്മുടെ ശരീരത്തോട് എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ? അവിടെയാണത്. നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ആലോചിച്ചു. നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾക്ക് സ്നേഹമുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ വെച്ച് വിട്ടപ്പോ നിങ്ങൾ ഇവിടെ വന്ന് എൻ്റെ മുന്നിലെത്തി അല്ലേ? ഒന്ന് ലൈഫിനെ നന്നാക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാ ഇവിടെ പറയുന്നത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ വന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക? നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും ജീവിക്കുന്നു അല്ലെ? ഹസ്ബൻഡിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ എന്ത് ചെയ്യും? കൊടുക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ ലൈഫിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു. നമ്മുടെ ഒരു ഹാപ്പിനെസ്, നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഇല്ലേ? ഇതൊക്കെ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ എന്തിനു വേണ്ടി നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ത്യജിച്ചു പോകുന്നു? ശരിക്കും നമ്മൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നമുക്ക് നമ്മോടൊരു ഇഷ്ടം വേണം. നമ്മൾ നമ്മുടെ സന്തോഷത്തെ കാണണം. നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഒരു ചെടി വളർത്താനാണെങ്കിൽ അത് അല്ലേ? ഒരു നല്ല കുക്ക് ചെയ്യാനാണെങ്കിൽ അത്, നല്ലൊരു കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ അത്, നിങ്ങൾ എന്താണ് അല്ലേ? ഒരു എന്താ പറയാ, വല്ല മെഷീനടിയോ അതല്ലെങ്കിൽ വേറെ എന്താ ഒരു ആർട്ട് വരക്കുന്ന ആളാണെങ്കിലോ അല്ലെ? ഇങ്ങനെ കഴിവുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇതിനെ നമ്മൾ അവിടെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കും. എന്തുകൊണ്ട് അത് പുറത്തെടുത്ത് നമുക്കൊരു ഹാപ്പിനെസ് അതിലൂടെ കണ്ടെത്തിക്കും? നമുക്കത് ഹാപ്പി ഉണ്ടാക്കുന്ന കാര്യമാണ്. വരക്കുക എന്നുള്ള ചിലർക്ക് വലിയ ഹാപ്പിനെസ് ഉണ്ടാകും. പക്ഷെ സമയം ഉണ്ടാവില്ല അല്ലേ? സമയമില്ല എന്ന് പറയും. എന്തിനാണെങ്കിലും നമ്മൾ സമയത്തെ പഴിക്കുന്ന ആളുകൾ. എന്തുകൊണ്ടാണത്? നമുക്കൊരു എന്താ പറയാ, നല്ല രീതിയിൽ ഇതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സമയം സമയത്ത് പിന്നെ അതിന് നമ്മൾ പിന്നെ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ മാനേജ് ചെയ്യാന്നുള്ളത്. ടൈമിനെ നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറുള്ളത് എല്ലാവർക്കും അതുപോലെയാണ്. പക്ഷെ ഈ 24 മണിക്കൂറിന് നമ്മൾ എന്ത് ചെയ്യും? മാനേജ് ചെയ്ത് നമ്മുടെ പ്രവർത്തികളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിന് കറക്റ്റ് ആക്കി നമ്മൾ മാനേജ് ചെയ്യും. അതാണ് ടൈം മാനേജ്മെന്റ്. നമ്മളെ മാനേജ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ ടൈം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് നമ്മളുടെ എന്ത് ചെയ്യാൻ പറ്റും? സമയത്തെ ക്രമീകരിച്ച് നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. അതിനുവേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്. പക്ഷെ അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാൻ അവർക്ക് സമയമില്ല. ഇതാണ് പ്രശ്നം. പല പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് സമ്മതം ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളും ഉണ്ടാവും അല്ലേ? എന്തെന്നെ ആയാലും അതെല്ലാം മാറ്റിയെടുക്കാം. എന്താ പറയാ, നമ്മളെ അനുവദിക്കുന്നില്ല. അങ്ങനെ നമുക്കൊരു സമ്മതമല്ല എന്നാണ്. തീർച്ചയായിട്ടും അതെല്ലാം കിട്ടും. അതെല്ലാം നമ്മുടെ മൈൻഡിന്റെ പ്രശ്നമാണ്. നമ്മൾ പറയും നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ സമ്മതിക്കുന്നില്ല, പക്ഷെ കിട്ടും. നിങ്ങൾ EFTയിലേക്ക് വരും, ഞാൻ കണ്ടെത്തി തരാം എങ്ങനെ നിങ്ങളെ സമ്മതിപ്പിക്കണം എന്നുള്ളത്. ഓൾറെഡി നമ്മളൊന്നും അറിയാതെ തന്നെ അവർ സമ്മതിക്കും. എന്തുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല? ആ സമയത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ മാനേജ് ചെയ്ത് പഠിക്കും എങ്ങനെ. അതുപോലെ നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്താൻ പറ്റും നമുക്ക്. ഇപ്പൊ പല ആളുകൾക്കും നമ്മുടെ പാഷൻ എന്താന്ന് പോലും അറിയില്ല.
എനിക്ക് എന്ത് കഴിവുണ്ട് എന്ന് പോലും അറിയില്ല. ഞാൻ എന്തൊരു പണി ചെയ്യുമ്പോഴാണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് എന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. മനസ്സിലായി? അതൊക്കെ നമ്മുടെ ഈ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങി ഊളയിട്ടിരിക്കുക. നമ്മളെന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കണം. ഈ നമ്മളെന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇല്ലേ? അതൊക്കെ അവിടെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയല്ല. തീർച്ചയായിട്ടും അതിനെയൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് നമ്മളോട് ഹാപ്പിനെസ് ഉണ്ടാക്കണം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കണം. നമ്മള് മറ്റുള്ളവരിൽ ഹാപ്പിനെസ് തേടുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഇല്ലാണ്ടിരിക്കുക. ശരിക്കും മനസ്സിലാക്കുക. നമ്മള് വിചാരിക്കും എന്നോട് ഹസ്ബൻഡ് അങ്ങനെ പെരുമാറിയാൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടും, എന്റെ മക്കൾ ഇങ്ങനെ പെരുമാറിയാൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടും, അല്ലെങ്കിൽ എന്റെ അമ്മായിമ്മ എന്നോട് നല്ലോണം പെരുമാറിയാൽ എനിക്ക് ഹാപ്പിനെസ്. നോ, നെവർ. അങ്ങനെയല്ല. ലുക്ക് ഇൻസൈഡ്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ്. അവിടെയാണ് എന്തുള്ളത്? ഹാപ്പിനെസ്. നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലാണ്, ആരെടുത്തും അല്ല. ആ പോയിന്റ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ കൂടെ EFT വന്ന് കണ്ടെത്തി തരും. ശരിക്കും നമ്മുടെ ഉള്ളിൽ നമ്മൾ എപ്പോ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നു അപ്പൊ മുതൽ നമുക്ക് ഹാപ്പിനെസ്. നമ്മൾ പുറത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവിടെ നമുക്ക് ഒരിക്കലും ഹാപ്പിനെസ് കിട്ടില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ അവരാവൂല. മനസ്സിലായ? അതാണ്. ആരെയും മാറ്റാൻ നമുക്ക് സാധ്യമല്ല, പക്ഷെ നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും. മനസ്സിലാക്കി വെച്ചോ? നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും. നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടും മാറും. മനസ്സിലായോ? നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടും മാറും. നമ്മുടെ ഹസ്ബൻഡ്, മക്കൾ എല്ലാം മാറും. നമ്മുടെ അയൽവാസികൾ മാറും. നമ്മുടെ നാട്ടുകാരും മാറും. എങ്ങനെയാണ് മാറും. അപ്പോ മാറേണ്ടത് ആരാണ്? നമ്മളാണ്. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് അവരാണ് കേൾക്കേണ്ടത്. നോ, അല്ല, നിങ്ങളാണ് കേൾക്കേണ്ടത്. നിങ്ങൾ കേൾക്കേണ്ട സമയം ഇപ്പോഴാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ എന്റെ മുന്നിൽ ഇരിക്കുന്നത്. മനസ്സിലാക്കിപ്പോ? കുറെ കഴിയുമ്പോൾ തോന്നും വേണ്ടില്ല, കുറച്ചുകൂടി മുന്നേ കിട്ടിയാൽ മതിയായിരുന്നു ഈ ക്ലാസ് എന്നൊക്കെ തോന്നും. അത് പലരും EFT വരുമ്പോ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അല്ല, നിങ്ങളുടെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. അൽഹംദുലില്ലാ, ഇപ്പൊ തന്നെ കേൾക്കാം സമയമായി എന്നുള്ളതിന് നിങ്ങൾ നന്ദി പറയാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ നമ്മൾ ലുക്കിംഗ് സൈഡ്, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുക. നമ്മളൊരു സ്നേഹമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പോകുന്നതും അതാണ്. നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട്, ഈ ഗ്ലാസ്സിൽ വെള്ളം ഇല്ല എങ്കിൽ നമ്മൾ ഈ ഗ്ലാസ് കൊണ്ട് എന്താ കാര്യം? മറ്റുള്ളവർക്ക് ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഗ്ലാസ് ഉണ്ട്, ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് കൊടുക്കപ്പില്ലേ? നിങ്ങൾക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തരണം എന്ന് വിചാരിക്കണം, പറ്റുമോ? ആ ഗ്ലാസ്സിൽ വെള്ളം വേണം. ആ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കത് തരാൻ പറ്റൂ. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ആദ്യം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെ നമ്മൾ കണ്ടെത്തണം. സ്നേഹം അവിടെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് സത്യം. അപ്പോ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കും. നമ്മുടെ ഹാപ്പിനെസ്, നമുക്കൊരു എന്താ പറയാ, ഒരു സെൽഫ് ലവ് എന്ന് പറയും. നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം വേണം. മനസ്സിലായില്ലേ? നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം. അതിനെ നമ്മൾ കണ്ടെത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് ആ സ്നേഹം കൊടുക്കും. അതല്ലാതെ അവര് റെഡി ചെയ്യാൻ ഞാൻ റെഡി എന്നുള്ളതല്ല. ഐ ആം ഓക്കെ, യുവർ ഓക്കെ, അങ്ങനെയാണ് പറയേണ്ടത്. നമ്മള് എന്താ പറയാ, എന്റെ അമ്മായിയമ്മ ശരിയില്ല, എന്റെ നാത്തുമാര് ശരിയില്ല, എന്റെ ഹസ്ബൻഡ് ശരിയില്ല, അവര് ശരിയില്ല, ഇവര് ശരിയില്ല, ഇങ്ങനെ ശരിയില്ല ശരിയില്ല ശരിയില്ല. എവിടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും? ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. അവരിട്ട് നന്നാവൂല്ല. അവർ നന്നാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് അവർക്ക് ഉയരാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റിയാൽ നിങ്ങളിലൂടെ അവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ എത്തിയിരിക്കും. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ഒരു പക്ഷെ ഇവിടെ എന്റെ മുന്നിൽ എന്റെ കോഴ്സ് കഴിഞ്ഞ ആളുകൾ ഉണ്ടാവും, അവർക്കത് മനസ്സിലാവും. അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. മനസ്സിലായില്ലേ?
ഇതാണ് കഥ. അപ്പോ ഇനി പറയാനുള്ളത് ക്ഷമയാണ്. നമ്മുടെ സമയം കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ക്ഷമ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ദിവസം പറയാം. സമയം 9 മണിയായി. അപ്പൊ നമ്മളെല്ലാം ഒരൊറ്റ വാക്കുകൂടി പറയാം. നമ്മളെല്ലാം ക്ഷമിക്കാൻ കൂടി നമ്മൾ തയ്യാറാവുക എന്ന പകയും വിദ്വേഷവും വെറുപ്പ് വിദ്വേഷം ഇങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കണം. പിന്നെ അത് മാത്രമല്ല നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ പറ്റണം. നമ്മളെപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇല്ലേ? അങ്ങനെയല്ലേ? നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇല്ലേ ഇതിൽ? ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമ്മളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റണം. നമ്മളോട് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റണം. ഇങ്ങനെയുള്ള ക്ഷമ നമുക്ക് ഇതിൽ ആവശ്യമാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ നമുക്ക് പറയാനുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കൂടെ കൂടാം. മനസ്സിലായി? ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ പോസിറ്റീവ് എനർജിയോട് കൂടി നിങ്ങൾ ചേർന്ന് നിന്ന് നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവ് എനർജിയിലൂടെ ഓക്കെ. അപ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നു ഞങ്ങളുടെ ക്ലാസ് അടുത്ത ഓഗസ്റ്റ് 14-നാണ് തുടങ്ങുന്നത്. ഈ ഓഗസ്റ്റ് 14-ന് നിങ്ങൾക്ക് വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലേ ഒന്നൊന്ന് പറയാം. ഇനി ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, ഞാൻ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. പെട്ടെന്ന് മ്യൂട്ട് ഓൺ ആക്കിയിട്ട് അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. ഇതൊന്ന് പറയാല്ലേ. ക്ലാസ് നന്നായി ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അറിവുകൾ ലഭിച്ചു. താങ്ക് യു. ഇതുപോലെ ആർക്കാണോ പറയാൻ ഉള്ളത് ഒരു പറയാം. അതെ, പറയുന്നവര് മ്യൂട്ട് ഓൺ ആക്കണം, അൺമ്യൂട്ട് ചെയ്യണേ. നമുക്ക് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ട് നിന്ന നിങ്ങൾക്ക് എന്താ പറയാ, എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള കൃതജ്ഞത ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളോട് ഇത്രയും സംസാരിക്കാൻ പറ്റിയത് ഞാൻ എൻ്റെ ദൈവത്തോട് താങ്ക് യു ഗോഡ്. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് നാളെ ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.